എല്ലാവർക്കും നമസ്കാരം. പുതിയ അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ളത് ജാർഖണ്ഡിലാണ്. ഗൈസ് നോക്കൂ, നമുക്കിനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1100 സംതിങ് കിലോമീറ്റർ ഉള്ളൂ, അതായത് ഡൽഹിയിലേക്ക് നമ്മൾ നേരെ പോകുന്നു. നമ്മൾ അടുത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്തെ എംബസിക്ക് വരുന്നു, അവിടുന്ന് കാര്യങ്ങൾ അറിയുന്നു. എന്തായാലും 2-3 പ്രാവശ്യം അങ്ങനെ കിട്ടുമെന്ന് അറിയത്തില്ല, കാരണം ഞങ്ങൾ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കണം, നമ്മുടെ കാറിനൊക്കെ കൊടുക്കണം, അങ്ങനെ കുറെ പേര് നമ്മുടെ വണ്ടി കൊണ്ടാണ് നമ്മൾ പോകുന്നത്. ഗൈസ് നോക്കൂ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ജാർഖണ്ഡ്, ബീഹാർ, UP, അതിന് ശേഷമാണ് നമ്മൾ നേരെ ഡൽഹിക്ക് എത്തുക കേട്ടോ. അത് ഇത്രയും സംസ്ഥാനം കിടക്കാണ്ട്, പക്ഷേ 1100 സംതിങ് കിലോമീറ്റർ ഉള്ളൂ. നമുക്ക് ഇന്ന് നാളെ കഴിഞ്ഞ് ഡൽഹിയിൽ എത്തിയാൽ മതി. അതിനനുസരിച്ച് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ക്രമീകരിച്ചാൽ മതി കേട്ടോ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ വണ്ടിക്ക് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആ എഞ്ചിന്റെ വാണിംഗ് ലൈറ്റ് അങ്ങനെ കത്തി, റെഡ് അല്ല യെല്ലോ കത്തി കിടപ്പുണ്ടല്ലോ, വേറെ പ്രശ്നമില്ല. എന്നാന്ന് അറിയത്തില്ലല്ലോ അല്ലേ ഗൈസ്, എന്നാ സംഭവം അറിയത്തില്ല. അതായത് ജാർഖണ്ഡിലെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. ഏകദേശം 1 മണി 1 മണിയുടെ ഇടയ്ക്കുള്ള സമയം. ഇപ്പം പോലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാ. അപ്പം വൈകിട്ടത്തെ കാര്യം ആലോചിക്കുക. വൈകിട്ടൊന്നും പറഞ്ഞാൽ നമ്മൾ കിടക്കുമ്പോൾ AC ഒന്നും ഇടൂല, വണ്ടി നേരെ ഓഫ് ആക്കിയിട്ട് നേരെ കിടക്കുന്നു, പുതപ്പ് വെച്ച് കിടക്കണം. ഞാൻ ലിപിൻ പറഞ്ഞ വളരെ ശരിയാട്ടോ. അത് ഇപ്പോഴത്തെ കാലാവസ്ഥ ഭയങ്കര തണുപ്പാണ്. AC ഒന്നും വണ്ടിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ ഭയങ്കര കൂളിംഗ് കേട്ടോ. അപ്പോൾ അത്രയും കൂളിംഗ് ഉള്ളതുകൊണ്ട് AC ഒന്നും ഞങ്ങൾ ഇടാറില്ല. രാവിലെ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു വെട്ടം വരും. സൂര്യൻ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക, മങ്ങിയ ക്ലൗഡി കാലാവസ്ഥയാണ്. പിന്നെ വേറൊരു സംഭവം, ഞങ്ങൾ നമ്മുടെ വണ്ടിയുടെ AC ഇടാറില്ല രാത്രി കിടക്കാനകത്ത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എണീക്കാമല്ലോ. രാത്രി 12-1 മണിക്ക് ഇടയ്ക്ക് നമ്മളിവിടെ യാത്ര ചെയ്യാൻ നേരത്തേല് നമുക്ക് വലിയ മഞ്ഞിന്റെ അകത്തൂടെ നമുക്ക് ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകാം. ഇന്നൊക്കെ ശരി കാണാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. ഇന്ന് ചിലപ്പോൾ അത് കാണാൻ പറ്റും കേട്ടോ. ഇന്ന് ചിലപ്പോൾ അല്ലേ ഇന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ വഴി കൂടെ ഒക്കെ ആയിരിക്കും പോകുന്നത്. സമ്മർ വിന്ററിന്റെ ഒരു തുടക്കമാണ് അത് കാണിക്കുന്നത് അല്ലേ. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് വണ്ടിയെ കയറാം. ഓവർ നമ്മള് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ നിന്ന് പോവുള്ളൂ. അപ്പൊ നേരെ നമ്മൾ വണ്ടിയെ കയറും. നമ്മുടെ ഓരോ ലക്ഷ്യങ്ങൾ നമ്മൾ പൂർത്തിയാക്കി പോകണുണ്ടോ. കാരണം ഞങ്ങൾക്ക് നാട്ടിലും എത്രയും പെട്ടെന്ന് ചെല്ലണം. കാരണം വേറെ ഒന്നുമല്ല, വണ്ടി പണിത് റെഡിയാക്കി എടുക്കേണ്ട കാര്യമുള്ളതുകൊണ്ടാണ് നമുക്ക് എത്ര പെട്ടെന്ന് വിസ നമുക്ക് പെട്ടെന്നെങ്ങാനും തന്നു കഴിഞ്ഞാൽ അതെ വണ്ടി ശരിയാക്കൽ ഒരു ഗുദാഗതിയായിരിക്കും. നമുക്ക് മലേഷ്യയുടെ വിസ കിട്ടിയത് എങ്ങനെയാ, അന്ന് തൊട്ട് തുടങ്ങി. അങ്ങനെയുണ്ട് ഈ രാജ്യത്തോട്ടെന്ന് വെച്ചാൽ നമുക്ക് 30 ദിവസം ഏറ്റവും കൂടുതൽ. ആദ്യം പറഞ്ഞോ, വിസ അടിച്ചു കഴിഞ്ഞാൽ ഇത്ര പീരീഡ് ഉണ്ടോ, അതിന്റെ ഇപ്പം നമ്മൾ എൻട്രി ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഇതിന് മുന്നിൽ ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ആകെ 1171 കിലോമീറ്റർ ഉള്ള ഡൽഹിക്ക് അല്ലടാ. ഓടിക്കുവാണെങ്കിൽ 22 മണിക്കൂർ കൂടെ നമുക്ക് അവിടെ ഓടി. യമുന എക്സ്പ്രസ് വേയില് അടിയാ പോകുന്നതെന്ന് എന്റെ വിശ്വാസം കേട്ടോ. എങ്ങനെയാണെന്ന് അറിയത്തില്ല. തൊട്ട് ഫ്രണ്ടിലേ കുറച്ച് വാള് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്. ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് കുറെ കണ്ടോ കേട്ടോ. ഒന്ന് അവിടെ ഒന്ന് നോക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ചെന്നിട്ട് എന്നാ സംഭവം, എന്നാ വില എന്നൊക്കെ ഉള്ളത്. ഞങ്ങൾ കുറെ പ്രാവശ്യം ഇതിലെ പോകാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇവിടെ മധ്യപ്രദേശിലൊക്കെ ഉണ്ടല്ലോ, ഇവിടെയുണ്ട്. പഞ്ചാബിന്റെ ചില ഏരിയകളും ഉണ്ട് ഇതേപോലെ അല്ലേ. നോക്കൂ, നേരെ നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. എന്റെ അമ്മേ, സീറ്റ് ബെൽറ്റ് ഇടുന്നു, നേരെ പോകുന്നു. ജാർഖണ്ഡ് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരു 50-60 കിലോമീറ്റർ ജാർഖണ്ഡ് കഴിയും. നിനക്ക് എന്നാ തോന്നുന്നത്? എനിക്കും തോന്നുന്നത് തന്നെയാണ്. ജാർഖണ്ഡ് അധികം നേരം നമുക്ക് ജാർഖണ്ഡിൽ നിൽക്കേണ്ട കാര്യമില്ല. ബീഹാറും കുറച്ചുള്ളൂ. UP കൂടി. എവിടെ ഈ റോഡിനകത്ത് നമ്മൾ എത്ര സംസ്ഥാനം അടിച്ചു? 4 സംസ്ഥാനം കണ്ട് ഒറ്റ അടിക്കാൻ 20 ഇരിപ്പ് അടിച്ചില്ലേ. പിന്നെ അതേപോലെ കുറുവടി നമുക്കൊന്ന് ഇറങ്ങി നോക്കിയാലേ ഇവനെ എന്നാ വില എന്നൊക്കെ അന്വേഷിക്കണം. പക്ഷെ നമുക്ക് വലിയ സാധനം നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും, ചെറിയ സാധനം നമുക്ക് കാര്യം ചെയ്യാൻ കുഴപ്പമില്ല. ഫ്രണ്ടിൽ നിന്ന് ഞങ്ങൾ ബേക്കിൽ നിന്ന് വണ്ടി എടുത്ത് ഫ്രണ്ട് വന്നു. ഇവിടെ 2-3 കടയുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ ഒരു കടയുണ്ട്. ഇതുണ്ടോ, ഈ സെയിം സംഭവം തന്നെ കേട്ടോ. ഇത് ഇവിടെ ഒരു കടയുണ്ട്, ഈ സെയിം സംഭവം ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ. ഇതിന് എന്നാ വില എന്നുള്ളത് ചോദിക്കണം. ഇത് എന്നാണ് സാധനം? വാളാണ് സാധനം കേട്ടോ. ഇത് കാര്യമില്ല. ഇത് കുറുവടി, കുത്തിപ്പിടിക്കുന്ന വടി, അങ്ങനെയുള്ള വടികളൊക്കെ. എന്നടാ വാള് നോക്കി, ഇതൊക്കെ പഞ്ചാബി കത്തികളാട്ടോ. कितना है ये वाला? कितना है ये वाला? हाँ सेट इंग्लिश में 3500. दिस वन വീട്ടിൽ വെക്കാൻ പറ്റിയ സാധനം കേട്ടോ. कितना है? എൻ്റെ അമ്മ, അടിപൊളി വാളാണല്ലോടാ. 3800. ओ वाला कितना है? बाकी हिसाब से रेट लग जाएगा. पैसे नहीं आते, डिस्काउंट हो जाएगा. अच्छा, എയർ ഗണ്ണ് വരെ ഉണ്ട് കേട്ടോ. എയർ ഗണ്ണ്. പിന്നെ ഇതെന്നാ സാധനം? क्या है भैया?
ഷോക്കറേ ഓ ഇത് ടൂളാട്ടോ മറ്റേ അടിക്കുന്ന സാധനം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയുധമാണ് കേട്ടോ. കിതിനൊക്കെ കിതിനൊക്കെ കിതിനായ അതിന് 500 പറയുന്നത്. ഇതൊക്കെ എന്നാ കത്തിയാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ചെറിയ ചെറിയ പല ടൈപ്പ് കത്തികളാണ്. എന്നടാ ഇത് പിടിച്ചാണ്ട് പിന്നെ ഇതെന്നാ ഓ ഇതൊക്കെ കത്തിയാ വേറെ കത്തിയാട്ടോ ഓരോ ടൈപ്പ്. ഇത് എയർ ഗണ്ണ് അതുപോലുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ്. ഇതൊക്കെ ചൈനയുടെ ആടാ. ചൈന ഇതുകൊണ്ടോ ഇടിക്കുന്ന സാധനം കണ്ടോ. ഇത് വെച്ച് ഇടിക്കാൻ കഴിഞ്ഞാൽ തീരുമാനം. മാളിനൊക്കെ എന്നാ വില എന്ന് ചോദിച്ചാൽ പിന്നെ ഇതിനൊക്കെ എന്നാ വില എന്ന് ചോദിച്ചേ ആണോ? ഓക്കെ ഇതിനൊക്കെ 750. ചെറുത് വാങ്ങാൻ നമുക്ക് അവിടെ വരെ നമുക്ക് അങ്ങ് വരത്ത് സംസാരം കഴിഞ്ഞ് പോകണ്ട. ഇവിടെ വേറൊരു കടയും കൂടി ഉണ്ട് കേട്ടോ. അവിടെ ഒരു കടയുണ്ട്, ഇവിടെ ഒരു കടയുണ്ട്. നമുക്ക് ഓരോ വലിയ വാളൊന്നും മേടിക്കാൻ പറ്റില്ല. കാരണം അത് പോകുന്ന വഴിക്ക് ഉറപ്പായിട്ട് പിടിക്കും കേട്ടോ. പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. നമുക്ക് വാളങ്ങനെ സാധനം പറ്റിയല്ല. നമുക്ക് ചെറിയ ഇങ്ങനത്തെ കുറുപടി പോലത്തെയോ അല്ല അങ്ങനത്തെ എന്തെങ്കിലും സാധനം മേടിക്കാം കേട്ടോ. ഇതിനൊക്കെ ഈ കാലന് എത്രയാണ് പറയുന്നതെന്ന് അറിയത്തില്ല. നോക്കിയാൽ എയർ ഗണ്ണൊക്കെ വെച്ചൊക്കെ നോക്കിയാൽ എയർ ഗണ്ണ്, വലിയ വലിയ ചൈനീസ് ചോപ്പറുകൾ ഒക്കെ ഉണ്ടാക്കുന്നൊക്കെ പല ടൈപ്പ് സാധനങ്ങളാട്ടോ ഇവിടെ. ശിവൻ്റെ അടുത്തേ പൈസ കുറവുണ്ട്. അവൻ്റെ അടുത്ത് നല്ല കത്തിയാട്ടോ. നല്ല കത്തി എന്ന് വെച്ചാൽ നല്ല കത്തിയാണ്. അയാളെടുത്ത് മേടിക്കാം. ഇപ്പൊ എന്തായാലും 3000 എന്നോട് ഇത് 2000 രൂപ തരാൻ തോന്നുന്നു. ഇവൻ എന്നോട് പറഞ്ഞു 1700 രൂപ തരാം. നമുക്ക് വീട്ടിൽ വെക്കാം. നല്ല ഷോ ആയിരിക്കും. ഷോ ആയിരിക്കും അല്ലേ? മൂർച്ചയില്ല, ഇത് ഷോ ആണ്. ഇത് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അടിപൊളി സാധനമല്ലേ ഇത്? ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനേ നല്ല അടിപൊളി സാധനം അത്. ओपन करो भैया, ओपन में चेक करो. इन्हें कंप्लेंट है ना, मैं क्या करेगा? कंप्लेंट केरला वाला है इब्रे. ये चेक करने कोई मतलब नहीं. चेक कर लीजिए हमारे खत्म हो जाएगा. उतार देना. എടുത്തു നോക്ക്. ആ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂലെന്ന് പറഞ്ഞവരെന്നോ. നല്ല ലുക്കായിരിക്കും. മൂർച്ച ഉണ്ടാവും. വലിയ സാധനം നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റില്ല. പണിയാണ്. എന്നാന്ന് വെച്ചാൽ നമുക്ക് കേരളം വരെ ഓടണ്ടല്ലേ? അല്ല പിന്നെ കേരളം വരെ ഓടണ്ടേ? അല്ല 2-3 മേടിച്ചിട്ട് പോകായിരുന്നു. ആ നമ്മുടെ കാലാവസ്ഥ ഇപ്പം ശരിയല്ല അല്ലേ? എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഇതായിരുന്നു. ഇതൊരു 500 രൂപയ്ക്ക് ചോദിച്ചതിന്. ഇതല്ലേ ഞാൻ ദില്ലി വഴി ചൈനയിൽ നിന്ന് വരുന്ന സാധനം എല്ലാം നമുക്ക് കണ്ടപ്പോൾ അത് നല്ലൊരു രസം ഉണ്ടായിരുന്നു. അത് കാരണം നമ്മൾ വാങ്ങി. ഷോയ്ക്കാണ്, വേറെ ഉപകാരമൊന്നുമില്ല. ഷോയ്ക്ക് വേണ്ടിയുള്ള സാധനം കേട്ടോ. ഇതുപോലെ കാർട്ടൂണിൽ സെറ്റായിട്ട് ഒരു സാധനം. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ വരാൻ നേരത്ത് 4-5 ഷോപ്പിൽ നിന്ന് നമുക്ക് വിലകളൊക്കെ ചോദിച്ചാൽ നമ്മൾ മേടിക്കാവുള്ളൂ. അല്ല എന്നെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊമ്പിക്കപ്പെടും. അവൻ ആദ്യം പറഞ്ഞു കേട്ടില്ലായിരുന്നോ? ഇപ്പൊ രണ്ടാമതൊന്ന് കുണ്ടി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴത്തേനും സംഭവം സോറി ഗൈസ് നമ്മൾ ബേക്ക് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോഴത്തേനും പൈസ മാറിയതുണ്ടോ? നേരെ പകുതി പൈസയായി. ആണോ? ആ നീ അവിടെ പറ, അവിടെ 200 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞാന്ന് പറ. അങ്ങനെ ആകുമ്പോൾ 100 രൂപയ്ക്ക് വരും. എത്രയാ? ചോപ്പർ അല്ലേ? How much last? This one? How much last? How much this one? പോലോ പോലോ മനസ്സിന് വരട്ടെ. ഞാൻ അവിടെ തിരിച്ചു വെച്ചു. നമ്മുടെ ചോപ്പറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇറച്ചി വിട്ട് സാധനമോ? ചൈനയാണ്. അതെവിടെയും കിട്ടുന്ന സാധനം. അതിന് യാതൊരു റേറ്റും ഉള്ളു നമ്മുടെ നാട്ടിൽ. കിട്ടും. കത്തി അവിടെ മര്യാദയ്ക്ക് എടുത്ത് വെച്ചാൽ കാരണം കാലം വീഴും. അതിനാ ആള് ഇതെന്നടാ? ഇത് കത്തി. കത്തി നല്ല മൂർച്ചയല്ലേ? അത് സാധനം കൊള്ളാം കേട്ടോ. പക്ഷെ നമുക്ക് കൊണ്ടാകാൻ പറ്റൂല. പിടിയും
ഞങ്ങൾ മേലോട്ട് നോക്കിയിരിക്കുന്നത്. പിന്നെ നമ്മൾ അടുത്തത് എന്തിനു പോയി? ഷോയ്ക്ക് വെക്കുന്ന അതിന് മൂർച്ചയൊന്നുമില്ല, അതിന് വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ. സാധാരണ എല്ലാ വീടുകളൊക്കെ ഷോയ്ക്ക് വെക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ അത് മേടിച്ചത്. ബസ് പോരെ, പൈസ കൊടുക്ക്. നീയാണ് പൈസക്കാരൻ. 300 1700. അപ്പൊ എത്ര? 2000. എന്റെ അടുത്ത് ഫോൺ എടുത്ത് ഞാനടുത്ത് ഉള്ളി വെച്ചിട്ടുണ്ട്. കൊടുക്ക്. കടയിലിരിക്കുന്ന എല്ലാ സാധനവും നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കില്ല. കാരണം നമ്മുടെ എല്ലാ സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങളുള്ളതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ വലിയ സാധനങ്ങൾ പറ്റൂല. നമ്മളിപ്പോ മേടിച്ചാക്കുന്ന വീട്ടിൽ ടോയ് അല്ല, ഈ ഷോയ്ക്ക് നമ്മൾ ഈ വാളിലൊക്കെ വെക്കുന്ന തന്നെ പറയാം ഡെക്കോർ പോലത്തെ സാധനം. ഡെക്കോർ പോലത്തെ സാധനമാണ് നമ്മൾ മേടിച്ചത്. 1700 രൂപയ്ക്ക് ഇവിടെ കിട്ടി, നാട്ടിൽ കിട്ടിയല്ല. ഞാൻ 2000 ആയിട്ടാ പറഞ്ഞത്. മേടിച്ചു പോട്ടോ. പിന്നെ നീ പറഞ്ഞ പോലെയാ ഇവരെ, അവര് അങ്ങോട്ടും സംസാരിക്കണമായിരുന്നു. 3500 രൂപ സാധനം അവിടെ 2000 രൂപയില്ലേ? അപ്പൊ അതിനങ്ങോട്ടും സംസാരിക്കാം. ഇതൊക്കെ ചൈനയിൽ നിന്ന് കോസ്റ്റ് 500 600 800 സാധനം. ഇത് ഡൽഹി വഴി വരുന്ന പണ്ട് വന്ന് കിടക്കുന്ന, ഇപ്പൊ ഇല്ല, പണ്ട് വന്ന് കിടക്കുന്ന സാധനങ്ങൾ ഇതൊക്കെ. ഗൈസ് നോക്കൂ, നമ്മളങ്ങനെ ജാർഖണ്ഡിൽ നിന്ന് അടുത്ത് ബീഹാറിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. എത്തിയിട്ടില്ല. ഈ കാണുന്ന 4 വരിപ്പാതി കൂടെയാണ് പോകുന്നത്. ബംഗാൾ കഴിഞ്ഞപ്പം കുറച്ചൊക്കെ നല്ല റോഡുകൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ബംഗാളിലാണ് ഈ റോഡ് പണി. റോഡ് ഭയങ്കര കുളമായിരിക്കും. ഇത്രയും വലിയ സംസ്ഥാനം എന്തുകൊണ്ട് അറിയത്തില്ല അവിടുത്തെ റോഡ് അങ്ങനെ കിടക്കുന്നത്. നാർക്കലേക്ക് ഇറക്കുമായിരുന്നു. ഞങ്ങളിപ്പം ബംഗാൾ കഴിഞ്ഞപ്പം കുറച്ചൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ ഏറ്റവും വലിയ കുരിശ് റോഡിന്റെ നടുക്ക് ഇതേപോലെ ഡിവൈഡർ വരും. എനിക്ക് എന്നെ അറിയത്തില്ല. എനിക്ക് അപ്പുറത്തോടെ 2 വരി, ഇപ്പുറത്തോടെ 2 വരി. എനിക്ക് തോന്നുന്നത് അതിലെ വരെ നമ്മൾ വിചാരിക്കും നമ്മൾ വഴി മാറിപ്പോയെന്നോർത്ത് നമ്മൾ അങ്ങ് പോകുന്നത്. പക്ഷെ സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 വരിയും കൂടെ ചെല്ലുന്ന ഒറ്റ സ്ഥലത്തേക്ക്. എവിടെ സംഭവം എന്ന് വെച്ചാല് ഈ റോഡ് വണ്ടി പറഞ്ഞു പൊന്നെ ഇപ്പളങ്ങാണ്ട് പറഞ്ഞ കേട്ടോ. പോലീസ് ഉണ്ട് കേട്ടോ. എവിടെ വേറെ കാര്യമുണ്ട്. ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടിപ്പിടിച്ച റോഡാന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെ ഇതായത്. ഇവിടെ ഈ മെയിൻ പ്രശ്നം ഇതൊക്കെയാട്ടോ. ഇനി വിസിബിലിറ്റി സംഭവങ്ങളൊക്കെ ഇനിയുള്ള മാസങ്ങളിൽ കുറയും. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ അപകടങ്ങൾ വളരെ കൂടുതലുള്ള സാധ്യത വളരെ കൂടുതൽ. എങ്ങനെയായിരിക്കും ലോറി മറിഞ്ഞ ഇത്രയും നല്ല റോഡിന്റെ അകത്ത് ഞാൻ പറയാം, ഇപ്പൊ ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. വെട്ടി ചവിട്ടിയിട്ട് വെട്ടി പോയതായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് രാത്രിയിലൊക്കെ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുമായിരിക്കുമല്ലോ അടുത്ത. ആൾക്കാർക്ക് ഇല്ല കേട്ടോ. എവിടെ സാധാരണ ആൾക്കാർ ഇതിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് കൂട്ടിച്ചോർത്ത റോഡാണ്. അവിടെയൊക്കെ കണ്ടില്ലേ വാഹന പെരുപ്പം കാരണം പിന്നീട് ഈ 2 പാലമൊക്കെ ആയിട്ട് പണിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കും. അതാ മൊത്തം പോർച്ചാ നീ പറഞ്ഞ പോലെ. പഴയ റോഡിൽ അവിടെ സൈഡിലൊക്കെ മൊത്തം ചെളിയായില്ലേ, അത് തേച്ചെടുത്ത് ലൈൻ ഇടുന്നുണ്ടായിരുന്നു. വേറെ കാര്യമുണ്ട്. ഈ റോഡ് എന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ, ഫുള്ള് റോഡ് ക്ലീൻ ആക്കുന്നുണ്ട് ഈ റോഡ്. നമ്മൾ ഈ റോഡിന്റെ അതോടെ എപ്പോഴും പോകുന്നത് വളരെ ശ്രദ്ധിച്ചോണം. ഈ റോഡിന് ചെറിയൊരു വെട്ടലുണ്ടല്ലേ ഇവിടെ. ഓവർലോഡ് വണ്ടി ചെറിയ ചാഞ്ചാട്ടുണ്ടോ, എപ്പോഴും പാടുള്ള സാധ്യത വളരെ. എപ്പോഴും നമ്മൾ ഒരു കാരണവശാൽ റോഡ് നല്ലതാന്ന് സ്റ്റിയറിംഗ് വിടാനേ പാടില്ല. നല്ല ടൈറ്റ് ആക്കി പിടിച്ചോണം. എപ്പോഴാണ് അത് എപ്പോഴാന്ന് പറയാൻ വേണ്ടി പറ്റൂല കേട്ടോ. നമുക്ക് കഴിഞ്ഞ ദിവസം നേരത്തെ നമുക്ക് പണി കിട്ടിയത്. അതുപോലെ നമുക്ക് എപ്പോഴും പോകുന്ന നേരത്തെ ഇങ്ങനെ വണ്ടി എന്നും പറഞ്ഞ് നമുക്ക് പോകുന്നതാണ്. പക്ഷെ ലോറിക്ക് പ്രശ്നമില്ല, വെയിറ്റ് ഉള്ള വണ്ടികൾക്ക്. പക്ഷെ നമ്മളെ പോലുള്ള ചെറിയ വെയിറ്റ് ഇല്ലാത്ത വണ്ടികൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് വന്നപ്പോ
ഇവിടെ ഏറ്റവും കുറഞ്ഞ സ്പീഡ് കാറിന് പറയുന്നത് 100 കിലോമീറ്റർ അല്ല ഈ ട്രാക്കില്. ഇത് 80, എനിക്ക് തോന്നുന്നു അത് 70 ആയിരിക്കും എനിക്ക് തോന്നുന്നത്. പണി തീരാത്ത ഇങ്ങനത്തെ അതെ പറഞ്ഞ കാര്യം കേട്ടോ. പിന്നെ ഞാൻ രാവിലെ നമ്മള് ഭക്ഷണം കഴിക്കാൻ നിർത്തിയില്ലേ, ആദ്യം നിർത്തിയ സ്ഥലം അവിടെ ഒരു ചേട്ടൻ ചാക്കിന്റെ അത് കൽക്കരി സൈക്കിളിൽ തള്ളിക്കൊണ്ട് വരുന്നുണ്ടായിരുന്നു. ഇവിടെയല്ല, ഇവിടെ കൽക്കരി വണ്ടി പോകുമ്പോൾ വലിച്ചെടുത്ത് നമ്മള് വീഡിയോ ഇഷ്ടം പോലെ സാധനം ഉണ്ട് കേട്ടോ. ഈ പക്ഷെ ഞങ്ങൾ വാങ്ങുന്നില്ല, ഞങ്ങളുടെ അടുത്ത് ആവശ്യത്തിന് കൂടുതൽ സാധനം ഉണ്ടല്ലേ ഇവിടെ. അതേപോലെ ഉണ്ടല്ലോ നമ്മുടെ ചുടുകട്ടയില്ലേ, ചുടുകൊട്ട ഉണ്ടായിരിക്കും ഇവിടുത്തെ മിക്ക ആൾക്കാരുടെ വീടുകളും. ഉള്ള സ്ഥലത്ത് പറയാൻ വീടുകളുണ്ട്, എല്ലാ സ്ഥലത്തൊന്നും സൈക്കിളും ബൈക്കും പോലുള്ള ഇതാണ് ഈ പാത. എവിടെ വേറെ കാര്യമുണ്ട്, എനിക്ക് തോന്നുന്നേ ഉറപ്പില്ല, ഇവിടെ എന്ന് വെച്ചാൽ തേക്കാത്ത വീടിനെ മറ്റേ നികുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അത് കാരണമാണെന്നാ തോന്നുന്നത്. ഏതൊക്കെ സംസ്ഥാനത്തുണ്ട് അങ്ങനെയുണ്ട്. ഇതൊക്കെ അങ്ങനെ നീ പറഞ്ഞ വളരെ ശരിയാണ്. ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളില് തേക്കുന്ന വീടിന് ഒരു നികുതി, തേക്കാത്ത വീടിന് വേറൊരു നികുതിയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത് ശരിയാട്ടോ, നീ പറഞ്ഞ ശരിയാ. ഞാൻ എന്നോട് ആരോ പറഞ്ഞു തന്നായിട്ട് ഞാൻ ആരോടെ ചോദിച്ചായിരുന്നു, പറഞ്ഞ ഓർമ്മയില്ല. അപ്പൊ അവരോട് പറഞ്ഞത് പ്ലാസ്റ്റർ ചെയ്ത വീടിന് ഒരു നികുതിയും നികുതി ഇല്ലെന്നാണ് അവര് പറഞ്ഞത്. ചിലപ്പോ ശരിയാക്കി ചിലപ്പോ തെറ്റാക്കി, നമുക്ക് അവര് പറഞ്ഞത് എന്നത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോ. വീടാണേലും കടയാണേലും ഇത് വീടാത് ബിൽഡിംഗ് എവിടെ ശ്രദ്ധിച്ചോ, കടകളാക്കി സ്ഥാപനമാക്കി ഇവര് തേക്കൂല, വീടിന്റെ ഫ്രണ്ട് മാത്രമേ ഇവര് തേക്കുള്ളൂ. ഇപ്പൊ എന്നാ സംബന്ധിച്ച് എയർടെലിന്റെ ടവർ മൊത്തം 5G ആക്കിയല്ലേ ഇവനെ. ഈ പോകുന്ന വഴികൾ മൊത്തം നമുക്ക് എയർടെൽ ഭയങ്കര 5G ആയിട്ട് ഭയങ്കര സ്പീഡല്ലേ ഇവനെ. ഇതുകൊണ്ടില്ല, അവിടെ ഒരു മലയുണ്ട്, ഇവിടെ ഒരു മലയുണ്ട്, അവിടെ ഒരു മലയുണ്ട്. ആണോ? ഒന്നേലി ബെൽറ്റ് കൊടുക്കും, അല്ലെങ്കിൽ വേറെ ബെൽറ്റ് മാറ്റി. ബെൽറ്റ് നമ്മുടെ 2-3 ഉണ്ട്. നല്ല സൗണ്ട് വെച്ച ബെൽറ്റിന്റെ നല്ല 2000 2-3 ഫുള്ള് കംപ്ലൈന്റ്. അതുകൊണ്ട് ഓവർ നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. മൊത്തം നമുക്ക് അവിടുന്ന് അങ്ങോട്ട് തന്നെ 1500, അവിടുന്ന് അങ്ങോട്ട് വീണ്ടും 2500, 4000 കിലോമീറ്റർ നമുക്ക് ടോട്ടൽ ഓടുന്നു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഫോർസിന്റെ ഷോറൂമിൽ കൊണ്ട് കാണിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. 2500 ആണ് ഇതിന്റെ പുള്ളി പോയ പിന്നെ നമുക്ക് ബെൽറ്റ് കിട്ടുന്നത്. അങ്ങനെ ആകുമ്പോ ആ ബെൽറ്റ് കഴിഞ്ഞ ആഴ്ച AC-യുടെ അടക്കം പൊട്ടി പടയെന്ന് പറഞ്ഞിട്ട് പക്ഷെ വലിയ പ്രശ്നമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ എവിടെ ട്രെയിനിന്റെ മറ്റേ ബോഗി പണിയുന്ന എവിടെ സ്ഥലമുണ്ടെന്ന് തോന്നുന്നത്. ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാള്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ഈ ഏരിയകളാണല്ലോ ഇൻഡസ്ട്രിയൽ ഏരിയ ഏറ്റവും കൂടുതൽ. ഇഷ്ടം പോലെ ട്രെയിനിന്റെ ബോഗി, എഞ്ചിന്റെ ബോഗിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ. ഇന്നലെ ഇഷ്ടം പോലെ. ഇന്നലെ ഞാൻ ഉറങ്ങിയ സമയത്ത് അതിന്റെ ഉള്ളിൽ നോക്കുന്നതായിട്ട് ഫുള്ള് അങ്ങനത്തെ വണ്ടിയായിരുന്നു ഇവരെ. ഈ ദിവസത്തെ ആദ്യത്തെ ടോള് നമുക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയത് ഇവരെ. 75-40 ഇത് ടോളിച്ച പൈസ കൂടിയ ടോളാണല്ലോ. 200 രൂപയുള്ള കാറിന് 200 രൂപയാണ് കാറിന്. അതിനുള്ള റോഡില്ല. അതിന് ടോപ്പ് അപ്പ് ചെയ്യണം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ 600-700 അങ്ങോട്ട് ഒരുമിച്ച് അടിക്കുന്നത്. ആണോ? ഇത് രണ്ടാ. അതിന് ഞാൻ പറഞ്ഞ 2 അടിക്കുന്നുണ്ടല്ലോ, ഒന്ന് അവിടെ ഒന്ന് ഇവിടെ. അതെന്നാ ഇവനെ എന്റെ പൊന്നെ ഇങ്ങോട്ടും എത്ര വണ്ടി കിടക്കുന്നതെന്ന് നോക്കിയവനെ. ആണോ? നല്ല എനിക്ക് തോന്നുന്നു നല്ല കർശനമുള്ള മറ്റേ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവന് ഇവിടെ കണ്ടല്ലേ ടോള് ആൾക്കാർ ഗുജറാത്തിലല്ലേ. അതായതുണ്ടല്ലോ നമ്മളിപ്പോ മലേഷ്യ, തായ്ലൻഡ്, കംബോഡിയ, ലാവോസ് ഇത്ര സ്ഥലത്ത് ഓടിച്ചിട്ടാണല്ലോ നമ്മൾ ഈ വണ്ടി കൊണ്ട് ഇപ്പൊ ഇന്ത്യയിലേക്ക് വന്നേക്കണേ. ഇതിന്റെ അകത്തൊരു ഡിഫറൻസ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് മലേഷ്യയിലും തായ്ലൻഡിലെ റോഡാണ് റോഡാണ് ഇന്ത്യ പോലത്തെ തന്നെയാണ്. പക്ഷെ മലേഷ്യയിലെ കുറച്ചുകൂടെ സൂപ്പറാണ്. മലേഷ്യയിലെ തായ്ലൻഡ് കുറച്ചുകൂടെ. പക്ഷെ തായ്ലൻഡ് ഇന്ത്യ പോലെ തന്നെ സെയിം റോഡ്, വ്യത്യാസമില്ല, സെയിം സംഭവം തന്നെയാണ്. പക്ഷെ മലേഷ്യയിലെ കുറച്ചുകൂടെ അടിപൊളിയാണ്. ഫെസിലിറ്റി ഭയങ്കരമാണ്. കാരണം ഇപ്പം നമ്മുടെ എക്സ്പ്രസ് വേയിൽ വരുന്ന പോലെ റെസ്റ്റിംഗ് ഏരിയ, ഫുഡ് ഏരിയ, സൂപ്പർ മാർക്കറ്റ്, പിന്നെ എണ്ണ സെൽഫ്, അങ്ങനെ ഭയങ്കര സെറ്റപ്പാണ്. മലേഷ്യക്ക് പാർക്കിങ്ങിന് എപ്പോഴാ പോണ്ട മലേഷ്യയില് നേരെ കൊണ്ടോ അവിടെ സിഗ്നൽ ഉണ്ടാവും. പിന്നെ അവിടെ നേരെ നമ്മള് സിഗ്നൽ കയറി പോയാൽ മതി. പക്ഷെ നമ്മുടെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെയുള്ള വിഷയം ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഈ പല റോഡ് പണി അതുപോലത്തെ സംഭവങ്ങള്
പിന്നെ ചെക്കിങ് കേട്ടോ, അനാവശ്യ ചെക്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അനാവശ്യ ചെക്കിങ്. അവിടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർ നമ്മുടെ അടുത്ത് വരും, എന്നിട്ട് നമ്മുടെ ഈ വണ്ടി നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല. കേരളത്തിൽ അങ്ങനെ ഇപ്പൊ കേരളത്തിൽ ഏകദേശം അങ്ങനെ നമ്മുടെ അടുത്തോട്ട് വന്നിട്ട് കാര്യങ്ങൾ നോക്കും, വണ്ടി നമ്പറൊക്കെ അടിച്ചു നോക്കും. അതേപോലെ തന്നെയാണ് പുറം രാജ്യങ്ങൾ. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് കാണുന്ന ഏതൊക്കെ വണ്ടിയുണ്ടോ അവരെല്ലാം കഴിഞ്ഞിട്ട് നിർത്തിക്കും. ഭയങ്കര ചടങ്ങാട്ടോ നമ്മുടെ ഇവിടെ. ഇപ്പൊ കൂടുതൽ, നേരത്തെ ഇത്ര ഇല്ലായിരുന്നു. ഞങ്ങള് പണ്ടൊക്കെ ഓമിനിയിലും ട്രാവലിൽ ഈ ടിറ്റിയിലും ഞങ്ങൾ പല പ്രാവശ്യം യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ഞങ്ങൾ പല സ്ഥലത്ത് പോയിട്ട് അന്ന് ഇത്ര ഇല്ലായിരുന്നു. ഇപ്പൊ ഇത് ഭയങ്കര ഏറ്റവും കൂടുതലും മഹാരാഷ്ട്ര ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ പഴയ സിസ്റ്റം തന്നെയാണ്, പേപ്പർ എല്ലാം കാണിക്കാം. പക്ഷെ നമ്മുടെ കേരളത്തിലൊക്കെയാണ് അവര് വണ്ടി നമ്പർ അടിച്ചു നോക്കിയിട്ട് വണ്ടി നമ്പർ അടിച്ചു നോക്കിയിട്ട് അവരൊക്കെ വിടും. ഇവിടെ എന്ന് വെച്ചാൽ പേപ്പർ ഇല്ലാതെ എന്ത് പേപ്പർ ആണെങ്കിലും പരിവാഹനൊന്നും ഇവര് അക്സെപ്റ്റ് ചെയ്യില്ല. പേപ്പർ വണ്ടികളെ സായിപ്പന്മാര് വണ്ടികൾ കൊണ്ടുവന്നവരെ ഇതിലെ വണ്ടി ഓടിച്ചിറക്കുമ്പോൾ ഭയങ്കര പാടാണ്. കഴിഞ്ഞ ദിവസം പാണ്ട് നമ്മൾ പറഞ്ഞു. കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കര ചെക്കിങ്, പിന്നെ അനാവശ്യമായിട്ട് അവരിട്ട് വട്ടം കറക്കുമ്പോൾ അതാണ് സംഭവം. ഞങ്ങളുടെ വണ്ടി തന്നെ ഞങ്ങൾ ഇറക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടതറിയാമോ. അത് വണ്ടി ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനും ഭയങ്കര പാടാണ്. ഭയങ്കര റൂളും ഇതൊക്കെ ഭയങ്കരമായിട്ട് പിന്നെ ഇതായി കേട്ടോ. അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പം എന്താ പറയുക, ഇതേപോലെ തന്നെയാണ് വിദേശികൾ വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീരുമാനം. കാരണം വഴിയിലൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഇവര് അവരെ പറ്റിയും കേട്ടോ. പല സ്ഥലങ്ങളും കടകളിലായിക്കോട്ടെ നമ്മൾ കുറെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ നമ്മളൊരു പുള്ളിക്കാരനോട് എനിക്ക് തോന്നുന്നത് തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ സംസാരിച്ചത്. നോക്കും വേറൊരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. അതായത് നമ്മുടെ വണ്ടി ഇത്രയും യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ നമുക്കത് ലാവോസിൽ വണ്ടി കുഴി വീഴില്ലായിരുന്നു, ഒരു ടെൻഷനും ഇല്ലായിരുന്നു കേട്ടോ. കാരണം ഒരു കുഴപ്പമില്ലാതെ വണ്ടി പോയാൽ. പക്ഷേ അതിന് ശേഷം ചവിട്ടി കഴിഞ്ഞാൽ അപ്പുറത്തെ റെസ്റ്റോറൻറ്റ് ലിവിൻ്റെ റെസ്റ്റോറൻറ്റ് ഒരു നീങ്ങലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് വണ്ടി ചവിട്ടാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ പോയ പോക്കിലും നമ്മുടെ വണ്ടിക്ക് വലിയ മേജർ പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വേറെ കാര്യം ഒരു പ്രാവശ്യം ബെൽറ്റ് പൊട്ടി തായ്ലൻഡിൽ വെച്ച്. അല്ല ഒന്നല്ല 3 വട്ടം കണ്ടു മാറി. 3 വട്ടം കണ്ടു. ഇവരെ ഇത് മെഴ്സിഡീസ് ബെൻസിന്റെ എഞ്ചിൻ ഏകദേശം ഒരേപോലെയാണ്. പഴയ ടെമ്പോ എന്ന് പറഞ്ഞാൽ ബെൻസാണ് പഴയ ടെമ്പോ. അത് ഇവർ തമ്മിൽ എന്തോ കരാറില് അത് ഇവിടെ നിർമ്മിക്കാൻ അങ്ങനെ കൊടുത്തിട്ടാണ് പിന്നെ ട്രാവലർ എന്ന് പറഞ്ഞ സാധനം ഇറങ്ങുന്നത്. അതായത് പഴയ ടെമ്പോയുടെ ഒരു പുതിയ മോഡൽ എന്ന് പറയാം. വിദേശത്തൊക്കെ ചെറിയ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് യൂറോപ്പിലോട്ടൊക്കെ പോവാണെങ്കിൽ നമുക്ക് വലിയ പേടിക്കാനില്ല. ഇതിന്റെ അകത്ത് ടെമ്പോന്റെ അകത്ത് സാധനം അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഇടാൻ വേണ്ടി പറ്റും. അതായത് ഇനി നമ്മൾ യൂറോപ്പ്, അമേരിക്ക, ലാറ്റിൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ടെൻഷൻ അടിക്കുന്നത്. കാരണം ടെമ്പോയുടെ ഒട്ടുമിക്ക സാധനങ്ങളെല്ലാം ഇനി പറ്റും അല്ലേ? അതേ പറഞ്ഞാൽ വളരെയധികം കാര്യം. നമുക്ക് ഫ്രണ്ടിലേക്ക് ദില്ലിയുടെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് വണ്ടികൾ വളരെ കുറവാണ്. അതിന് ഞങ്ങൾ ഇതുപോലെ ബൈക്കുകളും പിന്നെ ഇടയ്ക്ക് ട്രക്കുകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് വേറെ കാര്യം നമ്മുടെ വണ്ടി എങ്ങനെ വരുന്നത് ഇവര് നോക്കുപോലില്ല. ഇവരൊരു ക്രോസ് അടിയാണ്, എന്നിട്ട് ഇവർ ബാക്കി ചിന്തിക്കുള്ളൂ. അതേപോലെ നമ്മൾ എപ്പോഴും ആൾക്കാര് ഇതൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇവര് വണ്ടി വരുന്നൊരു അവയർനെസ്സോ ഒരു പേടിയോ ഒന്നും ഇവർക്കില്ല. പക്ഷെ വേറെ കാര്യമില്ല, പകല് പ്രശ്നമില്ല. രാത്രിയിലാണ് ഇത് നമ്മൾ കാണൂല. പെട്ടെന്ന് ഫ്രണ്ടിൽ കൂടെ ഓടും. അതേപോലെ തന്നെ പെട്ടെന്ന് ക്രോസ് വണ്ടി വരും. അങ്ങനെ വരാനായിട്ടാണ് നമ്മൾ പെടുന്നത് രാത്രി കാലങ്ങളിൽ. ചില സ്ഥലങ്ങളിലാണ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. എത്ര വണ്ടി ചവിട്ടിയുടെ പാടുണ്ടെന്ന് നോക്കിയതാ. വണ്ടി ഇങ്ങനെ പലവളാന്ന് ഓവർലോഡ് വണ്ടി പോയിട്ടാണ് റോഡ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ സൈഡ് നമ്മൾ ഓടിക്കുന്ന സൈഡ് ഇതാ ടയർ പാട് കണ്ടില്ലേ. ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ കൂടിയ ഭയങ്കര ഡേഞ്ചറാണ്. ഡീപ്പ് സാധനം കാണാൻ പറ്റും. ഈ ഓവർലോഡ് എന്ന് വെച്ചാൽ 3 വണ്ടിക്ക് കയറി പോകുന്ന സംഭവമാണ് ഒരു വണ്ടിനകത്ത് ഇവര് വെക്കുന്നത്. കറക്കിട്ടാ കച്ചവടം ഇല്ലായിരുന്നു കേട്ടോ. നല്ല മെഷീൻ ഓഫ് ആവില്ലോ. നിന്റെ കണ്ണ അത് സ്റ്റാർട്ടായില്ല. നീ എന്തിനാ കണ്ണു വെച്ചേ?
ഒറിജിനൽ കരിമ്പിന്റെ മറ്റേ സംഭവം കരിമ്പ് ജ്യൂസ് 20 രൂപ ഗ്ലാസ്സിന്. ഉറിജിനി കരിമ്പ്. ഇത് ഇവിടുന്ന് കാണ്ട് വെട്ടിയെടുത്തോണ്ട് വന്ന കരിമ്പ. ഓ സാധനം ചാട്ടായി നോക്കി. അതിനാ ഇപ്പൊ RPM കുറച്ചില്ലേ? കാരണം എന്നാ മാങ്ങ സീസൺ ആണ്. ഇവിടെ മൊത്തം മാങ്കോ ആയിരിക്കും. മാങ്ങ സീസൺ ആയിരിക്കണം. ഈ സമയമാണെങ്കിലും ഉണ്ടല്ലോ നല്ല തണുപ്പാണ് കാറ്റിന്. നല്ല തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗംഭീര തണുപ്പാട്ടോ. ഓ ലൈലാൻഡിന്റെ ചേസ് ഒന്ന് നോക്കും നോക്കി. ഇവിടെയൊക്കെ ലൈലാൻഡ് അത്യാവശ്യം ഇറങ്ങാൻ തുടങ്ങി കേട്ടോ. അതേപോലെ തന്നെ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വലിയൊരു അബദ്ധം പറ്റി. ഞങ്ങളൊരു കട ചെന്ന് ഡാൽ ഫ്രൈ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഗരം മസാലയൊക്കെ നശിച്ച് നാടകളെ ഭക്ഷണം തന്നു. രാവിലത്തെ ഭക്ഷണം ശരിയായില്ല. ഇനിയിപ്പോൾ എവിടുന്നേലും പോകുന്ന നേരത്ത് നല്ലത് വല്ലതും കിട്ടണം കഴിക്കട്ടെ. ഇവിടെ അങ്ങനെ വിഷയമുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നവർക്ക് നല്ല സ്വഭാവമായിരിക്കും. തന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മമാരെ സ്വഭാവം മാറട്ടെ. രാവിലെ ഭയങ്കര ഉടക്കമൊക്കെ ആയി. പിന്നെ എന്നിട്ട് അവന് രണ്ട് പിന്നെ റൊട്ടിക്കും ഒരു മുട്ടക്കറിക്കും ഒരു പരിപ്പിനും 2 മോരിനും കൂടെ 800 രൂപ. എന്നാ പറയാനാ നോക്കൂ. നല്ല പനിനീര് പോലത്തെ ജ്യൂസ് വരുന്ന വയ്ക്ക്. ആഹാ. 2 ജ്യൂസ് എത്രയാ? ഒരു ജ്യൂസിന് 200 രൂപയോ? അല്ലല്ല 80 രൂപ. 80 രൂപ. നമ്മളൊരു ലോറിക്കാരനുണ്ട്. പുള്ളിക്കാരനാണ് കറിയോടെ കുടിച്ചത് അല്ലേ? क्या है ऑरेंज है भैया? ये ऑरेंज है? क्या है? नींबू. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ നീമ്പു ആണ് കേട്ടോ. അകത്ത് ഓറഞ്ച് നീമ്പു है ना? दूसरा टाइप है? नहीं नींबू है. नींबू हाँ. यहाँ देहाती नींबू. അതെ അതെ ആണോ? നീമ്പു നീമ്പു. हमारे साइड है ना वाइट. ഇതർ ഡിഫറെന്റ്. ആദ്യമായിട്ടോ ഞാൻ ഉള്ളു ഓറഞ്ച് നിറത്തുള്ള നീമ്പു ഇനി ആണ്. പറയാൻ പറ്റൂല. ഇതിന് സംഘടന ഇനം വന്നു. काला नमक. തോട കൊറേ നാളായിട്ട് ഇത് അന്വേഷിച്ച് നടക്കുമായിരുന്നു കേട്ടോ. അതായത് ചേട്ടന്റെ പീടിയ. അതല്ലടാ ഇതിന്റെ അകത്ത് പിന്നെ ഇടുന്ന സാൾട്ട് ഇതാണ് ബ്ലാക്ക് സാൾട്ട്. IS അംഗീകാരമുള്ള സാധനമാണത് അല്ലേ? ബ്ലാക്ക് സാൾട്ട് അതാണ് സാധനം. ഓ ഗൈസ് നോക്കൂ സാധനം കൊള്ളാട്ടോ. ഞാൻ 2 ഗ്ലാസ് കുടിച്ചു. മല്ലിയിലയും ആ കാണുന്ന ഓറഞ്ചിന്റെ ടേസ്റ്റുള്ള നാരങ്ങ കേട്ടോ. ഇത് പൈസ എടുക്കാണ്. ഇപ്പോൾ ഇതാണ് പൈസ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് പോകാം കേട്ടോ. ഗൈസ് നോക്കൂ പുള്ളിക്കാരനുണ്ടല്ലോ. ഞാൻ 500 നോട്ടോ എടുത്ത്. പാവം ഇന്നത്തെ ദിവസം പണി എടുത്താക്കുന്നത്. ഇപ്പോൾ സമയം 1:30-2 മണി ആകാറായി. 160 രൂപയുടെ പണി ആകെ എടുത്താക്കുന്നത്. ഇപ്പോൾ പുള്ളിക്കാരനുണ്ടല്ലോ ആ കാണുന്ന കടയിൽ പോയിട്ട് ചില്ലറക്കാൻ വേണ്ടി പോയേക്കാം. അത്രയധികം തണുപ്പാണ്. മനുഷ്യൻ ദാഹിക്കില്ല ഇവിടെ. ഇപ്പൊ സാധാരണ നമ്മളൊരു 10 കുപ്പി വെള്ളം കുടിക്കേണ്ട സമയം കഴിഞ്ഞു. സത്യം. ഇപ്പൊ കുടിച്ച കരിപ്പ അല്ലേ? വേറെ സാധനം കുടിച്ചിട്ടില്ല കേട്ടോ. പുള്ളിക്കാരൻ ബീഹാറിന് എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് നിലത്ത് എഴുതി കാണിച്ചോ. 70 ना कुड़ी कुड़ी 2 और 0 तो हो गया कुड़ी. ഓ 70 means 70. പുള്ളിക്കാരൻ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് ബീഹാർ ബോർഡറിന് എത്ര ഉണ്ടെന്ന് പറഞ്ഞു തന്നു കേട്ടോ. അച്ഛാ तब यहाँ देखिए बंगाल में अलग है, तमिलनाडु अलग है, सब अलग अलग भाषा है. ഇടയ്ക്കിടയ്ക്ക് വണ്ടിയുടെ ബ്രേക്ക് കിട്ടുന്നില്ല കേട്ടോ. അത് ഒരു ചവിട്ട് 2 ചവിട്ട് 2ാമത്തെ ചവിട്ട് സാധനം മിസ്സായി പോകട്ടെ. അപ്പോൾ നമുക്കൊന്ന് വണ്ടി നിർത്തിയിട്ട് ഇതിൻ്റെ ബ്രേക്കിൻ്റെ ഓയിലൊന്ന് നോക്കാം കുറവുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ പൈപ്പിന്റെ ബ്രേക്കിന്റെ നല്ല പൊട്ട ചിറ്റുണ്ടോ നോക്കിയാലോ. ചവിട്ടിട്ടല്ലേ ഒന്ന് വണ്ടി നിർത്തി നോക്കണം. കാരണം ഇതുണ്ട് ഇപ്പം വണ്ടി കിട്ടും. പക്ഷെ ചില സമയത്തിൽ എയർ പിടിക്കും കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പ്രാവശ്യം അരുണാചൽ വെച്ച് സംഭവിച്ചിട്ടുള്ളൂ. എൻ്റെ വണ്ടിയുടെ പൈപ്പ് പൊട്ടിപ്പോയി. അതിനുശേഷം അങ്ങനെ സംഭവിച്ചില്ല. എന്നെ നോക്കണ്ടോ വണ്ടി നിർത്തിയിട്ട്. ഇതേപോലെ ചേച്ചിമാര് എന്നാണ് അത് വിറകാണോടാ? വിറകാന്ന്
വിറകും കൂടി റോഡ് ക്രോസ് ചെയ്യും. ബൈക്കാരോട് പറയണ്ട കേട്ടോ, അവരെന്നൊക്കെ കാണിക്കുന്നത് അവർക്ക് തന്നെ അറിയത്തില്ല. ചിലപ്പോൾ നേരെ വരും, ചിലപ്പോൾ കറങ്ങിയും തിരിഞ്ഞും പോകും. ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ ഓരോരുത്തർ ഓടിക്കല്ലടാ. നോക്കും ഫൈനലി നമ്മൾ ജാർഖണ്ഡിലെ ഏതോ ഒരു ടൗണിലെത്തി. നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളില് ബീഹാറിൽ കയറും കേട്ടോ. കുഞ്ഞുംകുരിശ് മുത്തപ്പ ടൗണിലെ തിരക്ക് നോക്കിയടാ. എന്നാ തിരക്കാവിനെ. ടൗണില് അതായത് ആദ്യമായിട്ടാണ് ഈ റൂട്ടിൽ കയറിപ്പം ഇങ്ങനത്തെ ഒരു ടൗണിലേക്ക് കയറ്റി വിടും. സാധാരണ ഹൈവേ വഴിയാ പോകാറ്. ഇതെന്താണ് ഇങ്ങനെ പോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. വഴി മാറ്റി വിട്ടാണ് നമ്മളെ വഴി മാറ്റി വിട്ട് ബ്ലോക്കിലോട്ട് കയറ്റി വിട്ടല്ലോ ഇവര്. ലോറിക്കാരുടെ പുറകെ പോയാൽ ഇത് സൺഡേ ദിനം തോന്നുന്നു. സൺഡേ അല്ലല്ലോ, സൺഡേ അല്ലല്ലോ, മാർക്കറ്റ് ദിവസം. മാർക്കറ്റ് ദിവസം അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആൾക്കാർക്കൊന്നും ഒരു കൂസലില്ല കേട്ടോ. പിന്നെ എല്ലാരും റോഡില്ല, കച്ചവടം. റോഡ് മൊത്തം കച്ചവടം കേട്ടോ. റോഡ് എന്ന് പറഞ്ഞ സാധനമില്ല. നോക്കിയേ, എല്ലാരും കേറി 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 റോഡിലോട്ടാ വരുന്നേ. ഇങ്ങോട്ടും ഇങ്ങോട്ട് വന്നപ്പോ പരമ ബ്ലോക്ക്. നോക്കിയേ, അവിടെ നിന്നും വണ്ടി, ഇവിടെ നിന്നും വണ്ടി, തലങ്ങനെ വിലങ്ങനെ മൊത്തത്തിൽ വണ്ടി തന്നെ. പിന്നെ സംഭവം ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. നോക്കിയവനെ മുന്നോട്ട് നോക്കിയേ, അവിടെ ബ്ലോക്കുമാണ്. ഇങ്ങനെ ക്യൂ ക്യൂ ക്യൂ. അതിന്റെ ഇടയ്ക്കൂടെ കുത്തി കയറ്റും. സമ്മതിക്കണല്ലേ ഇവനെ. ലൈലാൻഡിന്റെ വണ്ടി നോക്കണം. ലൈലാൻഡ് ഏതാ? പഴയ ലൈലാൻഡ്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളിതുണ്ട് എക്സ്കവേറ്ററുകള്, JCBകള്, ഹിറ്റാച്ചികള്, പിന്നെ ഇതേപോലത്തെ ട്രെയിനുകൾ. അതിന്റെ എന്തോ ഒരു ഏരിയ കേട്ടോ ഇത്. നല്ല രസമുണ്ടല്ലേ പഴയ ലൈലാൻഡ്. 6x4 ആണോ? 6x4 എന്ന് പറയുമ്പോ എല്ലാ വീട്ടിലും പിടിച്ചോളൂ. പഴയ ലൈലാൻഡ് കാണുമ്പോ ടോളിലെ തിരക്ക് നോക്കി അമ്മായി തിരക്കെന്ന് വെച്ചാൽ ഒരു വണ്ടി എന്റെ മെയിൻ്റെസ് വർക്ക് നടത്തുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. 10 മിനിറ്റ്. അങ്ങനെ 10 മിനിറ്റ് എല്ലാ വണ്ടിയും പിടിച്ചു വെച്ചേക്കാം. മെയിൻ്റെസ് വർക്ക് അങ്ങോട്ട് പോയി മെയിൻ്റെസ് വർക്ക് അതിന് എന്താ ജാമായി. ദിവസം കണ്ടതിന്റെ ബാക്കി പത്രമായിട്ടുള്ള എഞ്ചിനാണ്. അപ്പൊ ഇത് കുറേ പോകുന്നുണ്ടാ. ഇതെല്ലാം നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഭാഗത്തിലേക്കാണെന്നാണ് എന്റെ വിശ്വാസം. ചെറിയ രീതിയിലാണ് വണ്ടി പഠിക്കുന്നത്. ഇന്നലെ ബാരബൻസ് കുറെ പോകുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? കുറേ ട്രെയിനിന്റെ എഞ്ചിന്റെ ബോഗി കേട്ടോ പോകുന്നത്. എന്തോരം ഉണ്ടെന്നറിയാവോ? അത് നമ്മൾ ഇന്നലെ കണ്ടു. ബേക്കിന്ന് അടിച്ച് കിട്ടിയതാ. ബേക്കിന് കൊടുത്തോട്ടോ അടിച്ച വണ്ടി വന്നപ്പോ എന്ത് ചെയ്യേ? അതാ ഇതന്നെ ഇവനെ. ഇതായിരിക്കും ബേക്കിന്ന് അടിച്ചു വന്നേ. ഒന്നുമില്ലല്ലോ, പൂർണ്ണമായിട്ട് പോയി. അത് കൊറേ നാളെ അടിച്ചു കിടക്കുന്ന ഇവന്. രണ്ടെണ്ണം, ഒന്ന് ചേസും ഒന്ന് കൂടി. കുഴി പോയതാ എടുത്ത് കയറ്റിയാണ് വന്നല്ലേ. ഏതാണ്ട് ഒരു 5-6 കിലോമീറ്റർ അതിനുള്ളിൽ നമ്മള് ബീഹാറിന്റെ ബോർഡർ കയറും. പിന്നെ ബീഹാറിൽ കൂടെ കുറച്ചേ ഉള്ളൂ. പിന്നെ അവിടുന്ന് UP. ഇപ്പൊ നമ്മള് ഫോറസ്റ്റ് കൂടെ ആയിട്ട് സമയം ഏകദേശം 4:30 കേട്ടോ. 4:30 സമയത്താണ് നമ്മൾ ഈ കാണുന്ന റൂട്ടിൽ കൂടെ നേരെ ഫ്രണ്ടിലേക്ക് സഞ്ചരിക്കുന്നത് കേട്ടോ. ഇതുണ്ട് അവിടെ പൊക്കി തത്തി വരുന്ന സാധനം. അല്ല കമ്പിയില. ഈ പക്ഷെ നമ്മുടെ ഈ സൈഡ് ചെക്കിങ് ഇല്ല, അപ്പുറത്തെ സൈഡ് കേട്ടോ ഇല്ല. പിന്നെ തത്തും പൊക്കുന്ന സാധനം കണ്ടേ ആണോ? ജാർഖണ്ഡ് ബീഹാർ ബോർഡറിൽ എത്തിയിട്ടോ. ഇവിടെ നല്ല ചെക്കിങ് കാണാനുള്ള സാധ്യതയുണ്ട്. ചെക്കിങ് ഉണ്ട്, ഇവരുണ്ട് ഇവരെ. ആ അതല്ല ഇങ്ങനെ വളഞ്ഞ് ഓരോ വണ്ടിയിൽ നിന്ന് മേടിച്ച് വിടുന്നത്. എന്നോട് ചോദിച്ചാൽ ഡാറ്റ പറയും. ഇവിടെ വലിയ ദൂരം ഇല്ല കേട്ടോ നമുക്ക്. പിന്നെ ബീഹാറിൽ കൂടെ ഓടുന്നത്. അത് കഴിഞ്ഞ് നമ്മള് നേരെ ഉത്തർപ്രദേശിലായിട്ടോ കയറുന്നേ. ഓ ഗായ്സ്, ഏകദേശം നമ്മള് ബോർഡർ കിടക്കാനായില്ലേ? പിന്നെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇവിടെ എല്ലാരും നോക്കിയാ പിന്നെ ഇതാന്ന് തോന്നുന്നു. പിന്നെ ജാർഖണ്ഡ് എത്തി. നമ്മള് ബീഹാർ. അപ്പൊ ഇച്ചിരി ഓടിയാ മതിയോ? ബീഹാർ ജാർഖണ്ഡിൽ കൂടെ. ജാർഖണ്ഡിന്റെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മള് നേരെ ബീഹാറിലേക്ക് കയറാൻ പോകുന്നത്. ഇത് ഏവറേജ് കേട്ടോ. ഓ ഗായ്സ്, അപ്പുറത്തെ സൈഡ് കേട്ടോ പ്രശ്നം. ഇപ്പുറത്തെ സൈഡ് അത്ര വിഷയമല്ല. ഇവിടെ ഏവറേജ് ഉണ്ട് അവനെ. ഇതൊന്നും ഒന്നുമല്ല കേട്ടോ. മധ്യപ്രദേശിന്റെ മഹാരാഷ്ട്രയുടെ വെച്ച് നോക്കാൻ സത്യം കേട്ടോ. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതിനും തയ്യാറല്ല അവര്. ജാർഖണ്ഡിന്റെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമ്മൾ ബീഹാറിൽ ഇനിയിപ്പോ കയറാൻ വേണ്ടി പോകുന്നുണ്ടോ. ഫൈനലി നമ്മളിപ്പോൾ ബീഹാറിലാണ്. പക്ഷെ ഇതുവരെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ബീഹാർ അത്ര ചെക്കിങ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവന് ഫ്രണ്ടിലോട്ട് കോടയായി തുടങ്ങി കേട്ടോ. മിക്കവാറും രാത്രി ഇന്ന് നമ്മള് കോടയുടെ ഉള്ളിൽ കൂടെ ഓടേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത്. റോഡെന്ന് വെച്ചാല് പിന്നെ വേറെ കാര്യമുണ്ട്. ഒരു വരിയും കൂടെ കൂട്ടിയിട്ടുണ്ട് റോഡ്. നമുക്ക് ബീഹാറിലെ ഏതോ ഒരു ടൗൺ ആട്ടോ. സമയം 4:30 ആയതല്ലോ. ഇവിടുത്തെ അവസ്ഥ നോക്കിയപ്പോ പിന്നെ നമ്മുടെ അവിടെ ഒരു 7 മണി 6:30 ഒക്കെ ആണ്. അതേ ഫീലിംഗ് 4:30 ആയപ്പോഴത്തേനും ഇവിടെ കാണുന്നത്. ഫുള്ള് മഞ്ഞ അവനെ. രാത്രി പോടുകൊണ്ട് നമ്മൾ ചാവുന്നുണ്ടോ? അവന്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. ഓ ഗായ്സ്, ഈ വണ്ടിയുടെ വണ്ടിക്കൊന്നും നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത ഒന്നും വേണ്ട. ഇവിടുത്തെ വണ്ടികൾക്ക് നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല. ഏത് കളറായിരിക്കും
അവർക്ക് തന്നെ അറിയില്ല. ചിലപ്പോ നീലുണ്ടാവും, പച്ചയുണ്ട്. പശുവിന് ചാക്ക് കെട്ടിയാക്കുന്നുണ്ടായിരുന്നോ? അത് എങ്ങനെ തണുക്കായിരിക്കും ഇവനെ? മറ്റേ ആർമിയുടെ വണ്ടി അതിന് എങ്ങനെ ഇട്ടാക്കുന്നേ? നിക്കായിട്ടല്ല, അല്ലല്ല, അവിടെ പോലീസ് വക ഇത് ക്യാമ്പയിനാ. അത് നോക്കിയേ, കന്നാലിക്കെല്ലാം ചാക്ക് കെട്ടി കൊടുക്കുന്ന എന്തിനാ ഇവനെ? തണുപ്പിന് എന്താ പ്രതിരോധിക്കാനായിരിക്കും ചാക്ക് കെട്ടി കൊടുക്കുന്നത്. ഞാൻ 4 സ്ഥലത്ത് കണ്ടു. കാശ് ഇതെന്താ സംഭവം? പോലീസുകാരെല്ലാം വണ്ടി ഇവരെ കയറ്റി വിട്ട ഇവനെ ഓട്ടോയ്ക്ക് തടഞ്ഞിട്ടേ. ഇവരുടെ മുന്നിൽ നിന്ന് ഈ വണ്ടീൻ്റെ അകത്തൊരു 30 പേരെങ്കിലും ഉണ്ടാവും. എന്നിട്ട് ഒരു പ്രശ്നമല്ല. പാപ്പട്ട നമ്മുടെ വണ്ടിയൊക്കെ വന്നാലാണ് ഇവര് പേര് പിടിക്കുന്നത്. ഇത് കണക്കാ. ആ എവിടെയാണോ? ഇല്ല ഉണ്ട്. അതേ സമയത്ത് ഇവിടെ വരാൻ നേരത്ത് ഇവിടെ മാമന്മാര് ചെക്കിങ് തുടങ്ങി. ആ ചെക്കിങ് മാമന്മാർ ചെക്കിങ് അതല്ലേ? എന്താ സംഭവം എന്നുള്ളത്? എബിനെ, അത് RTO ഓഫീസർ, ഇത് സാധാരണ ലൈന്. ഇത് RTO ഓഫീസർ. അത് ആ ടോളല്ല RTO ഓഫീസർ. അത് തൂക്കിക്കുന്ന പരിപാടി. പക്ഷെ ബീഹാറിലത് ഇത്രയും പ്രശ്നമില്ല. തണ്ട് അത് തന്നെ കൽക്കരി എന്ന് പറയും മലയാളത്തിൽ. കൽക്കരി ഇതിവിടെ ഇഷ്ടം പോലെ ഇതിന്റെ ഉള്ളിലൊക്കെ ഖനനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ അകത്തുനിന്നാണ് മറ്റേ തോട്ടി മറ്റു സംഭവങ്ങളൊക്കെ വെച്ച് ആൾക്കാർ വലിച്ച് സാധനം എടുക്കുന്നത്. ഇത് ഭയങ്കര പൈസയുടെ മുതലേ പോകുന്ന സാധനം. നമ്മുടെ നാട്ടില്, നമ്മുടെ ഇന്ത്യയില് 70% ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത് കൽക്കരിയിലാണ്. കൽക്കരി കൊണ്ടാട്ടോ. ഇവിടെ തന്നെ വണ്ടിയല്ലേ? ജാർഖണ്ഡ് ഭാഗങ്ങളാണ് ഇതിന്റെ ഏരിയ എന്നുള്ളതാണ് എന്റെ വിശ്വാസം. പിന്നെ ഒറീസ, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു മേഘാലയ ഉണ്ട് കരിക്കലി. ശരിയാ. പഴയ ANWന്റെ ഓഫീസോ അല്ലല്ലേ? ഓഫീസാ അത് ANWയുടെ ഓഫീസോ ഫാക്ടറിയിലും. ഇപ്പത്തെ ബാലൻസ് പോലെയായിരുന്നു പണ്ട് ANW ഇറങ്ങിയപ്പോ. ഞാൻ പണ്ട് ഗുജറാത്തിൽ പോയപ്പോ അതിന്റെ പേര് പറയാൻ പറഞ്ഞത്. അതായത് ഏഷ്യൻ മോട്ടോർ വർക്ക്സ്. ANWന്റെ ഫുൾ ഫോം കേട്ടോ. ഓ അങ്ങനെയല്ലേ? ലൈലാൻഡ് ഷോറൂം ആയത്. നോക്കൂ, അതായത് രാത്രിയായി. ബീഹാറിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ഇനിയിപ്പോ ബീഹാർ കഴിഞ്ഞ് നമ്മൾ യുപിയിലേക്ക് കയറും. നമുക്ക് നമ്മുടെ വണ്ടിക്ക് എണ്ണ അടിക്കണ്ടേ ഇവനെ? വണ്ടിക്ക് എണ്ണ അടിക്കണം. അതേപോലെ നമുക്കും എന്തെങ്കിലും ഇന്ധനം ചെയ്യണ്ടേ ഇവനെ? വിശപ്പിന്. അത് 4 വരി പാതയിലാണ് റൂം വരുന്നതെന്ന് ആലോചിക്കണം. ഒരു രക്ഷയില്ല ഇവനെ. സ്കോർപ്പിയോ, ഇവിടെ സ്കോർപ്പിയോക്ക് മാറണ ഡിമാൻഡ് എവിടെ? നോക്കൂ, ഫൈനലി ഞങ്ങൾ കുറച്ച് ഫ്രണ്ട് വന്നൊരു പമ്പി ഒന്ന് വണ്ടി നിർത്തി കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ എണ്ണയില്ല, എണ്ണ മൊത്തം തീർന്നു. എണ്ണ ഇപ്പം അടിക്കണം കേട്ടോ. ഞാനെൻ്റെ ആവേശത്തിൽ ഊരുകയും ചെയ്തു. സ്റ്റാർട്ടാകൂടാ അല്ല പിന്നെ? എത്രയാ ലിറ്ററിന്? എത്രയാ? 95 രൂപ. ആ കുറവുണ്ടെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ആണോ? കറക്റ്റാട്ടോ. ഓക്കെ നോക്ക്, ഇപ്പം ഞങ്ങൾ ബീഹാറിലാണ്. ബീഹാറിൽ 95 രൂപ കേട്ടോ. കാണുന്ന ഒരു ഹോട്ടലിലാണെന്ന് തോന്നുന്നു. ആണോ? വേറെ പ്രശ്നമുണ്ട്. വണ്ടി ഞാനൊരു ആവേശത്തിന് ഓഫാക്കി. സ്റ്റാർട്ടാവോ? ഏതാണ്ട് 50 ലിറ്റർ 45 ലിറ്ററിന് മേളിൽ കയറണം കേട്ടോ. മൊത്തം ഞാൻ പറ്റിച്ച പഠിച്ച. ബസ് പയ്യ അടിപൊളി. പുള്ളിയാ പിന്നെ കേട്ടോ നിർത്തിയ 48 ലിറ്റർ കയറി കേട്ടോ. ഇനിയിപ്പോൾ ഉത്തർപ്രദേശിന് അടിക്കുന്ന കേട്ടോ ബുദ്ധി. 4614 രൂപയുടെ എണ്ണ കയറി 48 ലിറ്റർ. ഇനിയിപ്പോൾ ഉത്തർപ്രദേശിന് അടിക്കുന്നുണ്ടോ ബുദ്ധി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എണ്ണയ്ക്ക് വില കൂടുതലാണ്, അവിടെ എണ്ണയ്ക്ക് വില കുറവായിരിക്കും UPയിൽ. എന്തായാലും 1, 2, 3 രൂപ കുറവുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഗൈസ്, ഇപ്പം ഇവരെ വിളിച്ച് തള്ളിക്കണോ അതോ നമ്മൾ വണ്ടി സ്റ്റാർട്ടാകുമോ എന്നുള്ളതൊക്കെ ഇപ്പം അറിയാം കേട്ടോ. ക്ലച്ചിടുന്നു, ഭാഗ്യമുണ്ട കിട്ടും കേട്ടോ. ഓ ദൈവാനുഗ്രഹം. സാധാരണ ഇങ്ങനെ സംഭവിക്കാത്ത കേട്ടോ. ഒരു സ്കോർപ്പിയോ കേട്ടോ. കളറ് നല്ല ലുക്ക്. നമ്മുടെ നാട്ടിൽ സ്കോർപ്പിയോക്ക് ലുക്ക് കിട്ടില്ല. കൂളിംഗ് ഓടിക്കാൻ സമ്മതിക്കില്ല ഇവിടെ. നമ്പർ പ്ലേറ്റ് ഇല്ല. പുള്ളിക്കാരന്റെ പേരാ. പല വണ്ടിക്ക് എന്തുണ്ടാവില്ല, നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല. വണ്ടിയാണ് എന്നാ ലുക്കാന്ന് അറിയോ? കൂളിംഗ് അടിച്ചിട്ട് എല്ലായിടത്തും ഇതെല്ലാം പണി നടക്കുന്നുണ്ട്. ഡൈവേഷൻ കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഓവർ വണ്ടി അതിന്റെ കാരണം എന്താ പറയാ, റോഡ് ശൃംഖല എല്ലാം മുട്ടിക്കുവാണ്. ഹൈവേ ടു ഹൈവേ അങ്ങനെ വരാൻ എക്സ്പ്രസ് റോഡുകൾ ഇന്ത്യ മൊത്തം ആകാൻ വേണ്ടി പോവാ. അങ്ങനെ വേണ്ടിയാണ് ഈ ബാക്കിയുള്ള റോഡ് കൂടെ പണിയുന്നത്. അതായത് ഇവിടെ ഇതേപോലെ ട്രക്കുകളുടെ ഭയങ്കരമായ ഒഴുക്കാണ്.
വഴി ചെറുതാണ്, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പെതിയെ ഇവരുടെ ബേക്കിലെ പോകാൻ പറ്റില്ല. ഇനി 4 വരി എപ്പം കിട്ടുന്നോ അപ്പം വണ്ടി തിരിച്ച് അതിൽ കയറ്റി പോകാൻ. വേറെ കാര്യം നീ ശ്രദ്ധിച്ചാ, ഇവിടുത്തെ ലോറി എന്ന് വെച്ചാൽ സാധാരണ ലോറി ഒരു നമ്മുടെ ട്രെയിനിന്റെ ബോഗിയുടെ അത്ര നീളമുണ്ട് അല്ലേ? ശ്രദ്ധിച്ചോ? ഇത് വൻ ട്രെയിലറുകളാണ്. ഇതൊക്കെ വലിയ നാഗാലാൻഡ് രജിസ്ട്രേഷൻ ട്രെയിലറുകളാണ്. ഇതൊക്കെ പകുതിയും പല സംസ്ഥാന രജിസ്ട്രേഷൻ കിട്ടിയല്ലോ. അപ്പൊ ഇതൊക്കെ ഈ നാഗാലാൻഡ് കൊണ്ട് രജിസ്ട്രേഷൻ കേട്ടോ. ഈ വണ്ടിയുടെ നീളം എന്താന്ന് നോക്കിയേ, എന്താ പോലെ സമയം ഇപ്പൊ 6:30 ആയതുള്ളൂ. നോക്കിക്കേ ഞാനിപ്പോ എവനോട് പറയാം, ഇവനെ 10 മണി ആയല്ലോ വണ്ടി ഒതുക്കാന്ന് പറഞ്ഞപ്പോഴാണ് നോക്കുമ്പോ 6:30 സമയം നോക്കാൻ നേരത്ത്. നോക്കിയാ രാത്രി പൂഴി ഉണ്ടോന്ന് വണ്ടി നോക്കി. ഇതും പൂഴിയാണ്, ഇതും പൂഴിയാണ്. എവനെ ഇവിടെ ചിലപ്പോ പാസ് ഉണ്ടാവില്ല, അത് കാരണം ഇത്ര ധൈര്യത്തിൽ ഇവര് ഹൈവേയിൽ ഓടിച്ചു വന്നു. നോക്കിയേ ഇപ്പം മറിയില്ല. അതിന് അടിച്ചിട്ട് ഓവർലോഡ് അവന് 3 വണ്ടിക്കും 4 വണ്ടിക്കും കയറ്റാൻ പറ്റുന്ന സാധനം ഈ ചെറിയ റോഡിൽ കൂടെ കയറ്റി വിടല്ലേ. ഒരാവശ്യമില്ല, നമ്മൾ ചെന്ന് കയറി കൊടുത്തല്ലേ അവനെ. സെന്ററിൽ കൂടെ പോണ്ട, നമ്മൾ ഇതിലെ പോസ്റ്റിൽ അടിച്ച് കയറി വെറുതെ ചെന്ന് കയറി ഷോ. നല്ല ഡാൻസ്. അതെ 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 അതെ. ഇങ്ങനെ റോഡിന്റെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളെ 3 ലോറി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എന്താവും അറിയാം. എന്തിനാ എതിരെ വന്ന സെന്ററിൽ കൂടെ പോയാൽ പോരെ. ഷോ കയ്യിൽ പൈസ ഉണ്ടോ? ഒരു 100 രൂപ കൊടുക്കുവാണെങ്കിൽ അടി കൂടാതെ പോവാ. നോക്കട്ടെ. എന്റെ മനസ്സിൽ ഞാൻ കൊടുക്കണ്ടെന്നാ പറയുന്നത്. നമ്മളെ പാസ്സാക്കി വിടുവനെ. എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് ആ സെന്റർ. ഓ ഗൈസ്, ഞങ്ങളെ പോലെ റോഡ് അറിയാതെ ഒരു പാവപ്പെട്ടം കേറിയിട്ടുണ്ട്. അപ്പൊ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കാൻ പോവാ. അവര് യു പി കയറും. ചെക്കിങ് മാത്രമേ ഉള്ളൂ ഇവനെ, ഒന്നുമില്ല. ഒരു ലൈറ്റ് അടിച്ച് നോക്കുന്നേ ഉള്ളൂ ഇവനെ. ലൈറ്റ് അടിച്ച് നോക്കുന്നേ ഉള്ളൂ. വിട്ടു നമ്മൾ പ്രതീക്ഷ അത്ര ഇല്ലല്ലേ. ഇരുവല്ല, അവര് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് ഇല്ലല്ലേ. ആണോ? ഡൗട്ടുള്ള വണ്ടിയുടെ പേപ്പർ നോക്കുക, വിടുക അല്ലേ. തിരക്ക് നോക്കിക്കാണോ ഇന്നത്തെ അതെന്നെ സംഭവം എന്നറിയോ? അവിടെ അത്രയും വണ്ടി തടഞ്ഞിട്ടില്ലേ, ഒരുമിച്ച് ഒരു വണ്ടി കയറുമ്പോ ഉള്ള ബ്ലോക്കാ ഇത് മൊത്തം. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പിന്നെ ബ്ലോക്കോട് ബ്ലോക്ക് ആയിരിക്കും. വാരണാസി വഴി പോകുന്നതാണോ ലക്നൗ വഴി പോകുന്നതാണോ എളുപ്പം ചോദിക്കും. അത് ചോദിച്ചിട്ട് നമുക്ക് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. ദില്ലിക്ക് എങ്ങനെയാ പോകുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നു. എവിടെയാ? അതാ വാരണാസി വഴി കിട്ടോ? ആണോ? ചിലപ്പോ അവിടെ ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇവനെ. पता नहीं है वाराणसी। ओ अच्छा है, ओके ഓക്കെ. പിന്നെ അവിടെ വാരണാസി റോഡ് നല്ലതെന്നല്ലേ പറഞ്ഞേ. നമുക്ക് അന്ന് അതിൽ വിട്ടാലോ? റോഡിലേക്ക് മാറ്റി കയറ്റി നമ്മളെ കിട്ടോ? അങ്ങനെ വിടുന്ന നമുക്ക് ആരോടൊന്ന് വ്യക്തമായിട്ട് ചോദിക്കാം. ലോറിക്കാർ നിർത്തിയതുണ്ടോ എന്ന് ചോദിക്കാനെ, ഇറങ്ങി ചോദിക്കാം. നിർത്തി അവിടെ നല്ല വ്യത്യാസം കാണുന്നുണ്ട് അങ്ങോട്ടും. എത്ര വ്യത്യാസമുണ്ട്? യമുന എക്സ്പ്രസ് വേ, ആഗ്ര എക്സ്പ്രസ് വേ ഒക്കെ ലക്നൗ സൈഡിലല്ലേ. ഗായ്സ് ഇങ്ങോട്ട് വന്നതിന് ഫുള്ള് ബ്ലോക്ക് ആട്ടോ, ഒരു രക്ഷയില്ല. എന്താ പൊന്നെ, നമുക്ക് അടിയിൽ കൂടെ പോയാൽ മതിയായിരുന്നു കേട്ടോ. വഴി മാറ്റി വിട്ട് കാണിച്ചു. ആ റെഡ് കഴിഞ്ഞാൽ നമ്മൾ ചുവപ്പിലോട്ട് വീണ്ടും എത്തുന്നോ തോന്നുന്നല്ലേ. 24 മിനിറ്റ്. അപ്പൊ ഗായ്സ് നേരത്തെ ഗൂഗിൾ മാപ്പേ നമ്മളെ കാണിച്ചു തന്നേ നല്ല കരിയാർക്ക് പോകാനായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. അപ്പുറം കയറാഞ്ഞത് നന്നായി. അപ്പുറം എല്ലാം എല്ലാരും ഉറങ്ങി കേട്ടോ. ഇതാണ് കുഴപ്പം. 2-3 പേരവിടെ ഉറങ്ങി വരെ. അതാണ് ഇത്ര ബ്ലോക്ക് വരുന്നത്. പിടിച്ചിട്ടേ പിന്നെ റോഡ് പിടിച്ചിട്ടാക്കുന്ന. എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഓ ഇയാൾക്ക് എന്നാ പറ്റിയേ? പെട്ടെന്ന് എന്തോ ഉറുമ്പ് കടിച്ച പോലെ അല്ലേ. വണ്ടി ഒന്ന് മൂവ് ആയി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാവരും അങ്ങോട്ടും കൂടി ഇടി കൊടുക്കും. അതോടുകൂടി എല്ലാം തീരുമാനം. എല്ലാവരും കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പുറമൊക്കെ ഉള്ളവര് ശനിയും രാത്രി ഓടിച്ചത് ബുദ്ധിയല്ല. കാര്യം എന്നാന്ന് ചോദിച്ചാല് മഞ്ഞ് ഭയങ്കരമായിട്ട് കയറാൻ തുടങ്ങിയല്ലേ ഇവിടെ. യു പി അതിന്റെ കാര്യം വെച്ചാൽ മഞ്ഞ് കയറാൻ തുടങ്ങിയിട്ട് മുന്നിലുള്ള സാധനം എല്ലാം മഞ്ഞുകട്ടേന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാൻ നേരത്ത് മഞ്ഞിന്റെ ഉള്ളിൽ കൂടെ പോയില്ലേ, അതേപോലെ ഇപ്പോഴത്തെ റോഡിന്റെ കാലാവസ്ഥ ഇവിടെ. അങ്ങനെ ഈ വണ്ടിയൊക്കെ ഇങ്ങനെ കോണോട് കോണി ചില നാടുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ വരാൻ നേരത്ത് നമുക്ക് കാണാതെ വരെ നമ്മളിന്ന് കയറും. അത് കാരണം നമുക്ക് എന്നെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് കയറ്റിക്കളയല്ലേ അവരുടെ വണ്ടി. ഉത്തർപ്രദേശ് ആണോ? കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ
ബ്ലോക്ക് നമ്മൾ അവസാനിച്ചു എന്നാ കരുതിയത്, പക്ഷെ വീണ്ടും ബ്ലോക്ക് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്കാണല്ലോ അവന്. കിലോമീറ്റർ കണക്കിനാ ബ്ലോക്ക്. എങ്ങനെ 20 കിലോമീറ്റർ ഒക്കെ ബ്ലോക്ക് വരുന്നത്. എന്ത് ചെയ്യും? ഒരു യുപിയിൽ മാത്രമുള്ള ഒരു പ്രത്യേകത. അത് ഈ റോഡ് പണിയുടെ അവനെ ഒരു സൈഡിലോട്ട് ടേൺ ചെയ്ത് തിരിച്ചു വരുമ്പോ നമ്മൾ എത്ര വർഷത്തിലേക്ക് പോകുന്നു, അത്ര വർഷം ഈ സംഭവം. അയ്യോ ഇച്ച കഴിയുമ്പത്തേന് എല്ലാരും കിടന്ന് ഉറങ്ങുന്ന റോട്ടിൽ ഇരുന്നിട്ട്. ഗായ്സ് ഒരു രക്ഷയില്ല കേട്ടോ. ബ്ലോക്കോട്ട് ഇതെന്താ സംഭവം? കിലോമീറ്റർ അനുസരിച്ചാ വണ്ടി പിടിച്ചിട്ടാക്കുന്നത്. ഉത്തർപ്രദേശിന്റെ ഒരു പ്രത്യേകത കേട്ടോ. ഇവിടെ എന്ന് വന്നാലും ഇത് തന്നെയാ നൈറ്റ് അവസ്ഥ. അത്ര വണ്ടി കൂടുതലാ. ആണോ? റോഡാണ് ക്ലിയറും അല്ല. ഗായ്സ് എല്ലാ സംഭവം മാറി കിട്ടിയട്ടാ. ഇതിപ്പോ എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു നിമിഷം കൊണ്ടാണ് ഇത്രയധികം വണ്ടികൾ ഇങ്ങനെ ചാടി വരുന്നത്. സംഭവം എന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ കാണിച്ചിമ്മി പോയിട്ടുണ്ട് 100 വണ്ടികൾ അപ്പുറത്തൂടെ കയറുന്നത്. ആ